വിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിൻസി പിൻഡോ. ഞങ്ങൾ UK നിന്ന് വരുന്നു. നാട്ടിൽ ഞങ്ങൾ മഞ്ഞപ്ര. ഇതെൻ്റെ ഹസ്ബൻഡ് പിൻഡോ. ഇതെൻ്റെ മൂത്ത മകൻ അലൻ, ഇളയ മകൻ ആരോൺ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങൾ ഈ അൾത്താരയിൽ ഉയർത്തിയതിന് പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഞങ്ങൾ കുവൈറ്റിലായിരുന്നു. അപ്പം ഞാൻ 3 പ്രാവശ്യം OET എക്സാം എഴുതി. പക്ഷേ എൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും അത് പാസ്സാവില്ല. അപ്പോൾ വചനം എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് കിട്ടായിരുന്നു യെശയ്യായുടെ പുസ്തകം, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ആ വചനം എനിക്ക് എപ്പോഴും കിട്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം OET എക്സാം അറ്റൻഡ് ചെയ്ത് നാട്ടിൽ വന്നാണ്. അന്നേരം ഞങ്ങൾക്ക് കുവൈറ്റിൽ OET സെൻറ്റർ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കുവൈറ്റിൽ ഒരു OET സെൻറ്റർ വന്നു. അവിടുത്തെ എക്സാമിന് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. ആ എക്സാമിൽ ഞാൻ പാസ്സായി. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതിയിരുന്നു. ഉടമ്പടി തൈലം തൂത്തിട്ടാണ് പോയത്. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ആ എക്സാമിൽ ലിസണിങ്ങിൽ ഞാൻ കുറച്ച് കേട്ട് തുടങ്ങിയത് പിന്നെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാനൊന്നും കേട്ടില്ല. ഞാൻ എന്തെഴുതിയെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ റീഡിങ് ആയാലും ടഫായിരുന്നു. ആ എക്സാമിന് OETയുടെ ഭാഗത്തുനിന്ന് 3 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എനിക്ക് കറക്റ്റ് 350 കിട്ടി, B ഗ്രേഡ് കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഇൻ്റർലൊക്കേറ്ററായിട്ട് വന്ന ആളുടെ പേര് മേരി എന്നായിരുന്നു. അവിടെയും മാതാവിൻ്റെ സാമീപ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഹസ്ബൻഡും മക്കളും കുവൈറ്റിലായിരുന്നു. ഞാൻ UK പോയി. ഇവരുടെ വിസ 1 മാസത്തിനുള്ളിൽ തീരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമായിരുന്നു. അവിടെ ചെന്ന് നമ്മൾക്ക് അവിടെ NHSൻ്റെ തന്നെ 1 മാസത്തേക്ക് അക്കോമഡേഷൻ കിട്ടി. പക്ഷേ ഇവരെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് റൂം റെൻറ്റിന് എടുക്കണമായിരുന്നു. പക്ഷേ പുതിയ സ്ഥലം നമുക്ക് അങ്ങനെ അറിയില്ല കാര്യങ്ങൾ. പക്ഷേ ആ 1 മാസത്തിനുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഞാൻ അവിടെ ഒരു പ്രസൻസ് ചോദിച്ചായിരുന്നു. എനിക്ക് കിട്ടിയ ഫ്ലാറ്റ് നമ്പർ 13 മെയ് 13 തൊട്ട് ഒക്ടോബർ 13 വരെയാണ് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് മാതാവിൻ്റെ ഒരു പ്രസൻസായിട്ട് ഞാൻ കരുതണു. അതുപോലെ തന്നെ കറക്റ്റ് 1 മാസത്തിനുള്ളിൽ ഇവർ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം എൻ്റെ OSCE എക്സാം ആയിരുന്നു. ഇവർ വന്ന ദിവസങ്ങൾക്കുള്ളിലായിരുന്നു. കറക്റ്റ് ഈ റൂം റെൻറ്റിന് കിട്ടണമെങ്കിൽ വ്യൂവിങ്ങിനൊക്കെ പോകണമായിരുന്നു നമുക്കവിടെ. അപ്പോൾ എൻ്റെ OSCEയുടെ എക്സാമിന് മര്യാദയ്ക്ക് എനിക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. OSCE എക്സാമിന് പോയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കരുതിയിരുന്നു. നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. OSCE എക്സാമിന് എനിക്ക് അതിനുള്ള കഴിവോ പ്രാപ്തിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എൻ്റെ നിന്ന് പല മിസ്റ്റേക്കുകൾ പറ്റി. പക്ഷെ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ ഇനി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്രാപ്തി എനിക്കില്ല, അമ്മേനെ സഹായിക്കണമെന്ന്. ഞങ്ങളുടെ ബാച്ചിൽ 23 പേരാണ് OSCE എക്സാം അറ്റൻഡ് ചെയ്തത്. അതിനകത്ത് 7 പേരാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത്. അതിനകത്ത് ഒരാളായിട്ട് മാതാവ് എന്നെ ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം മാതാവ് നേടി തന്നതാണ് ഈശോയിൽ നിന്ന് എനിക്ക്. അതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഹസ്ബൻഡിൻ്റെ ലൈസൻസ് കഴിഞ്ഞ 13 വർഷമായിട്ട് കുവൈറ്റിൽ ഞങ്ങൾ വണ്ടി ഓടിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് വണ്ടി ഓടിക്കാനുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നു. 2 പ്രാവശ്യം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. 3-ാമത്തെ പ്രാവശ്യം അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, അമ്മയെ ഞങ്ങളെ സഹായിക്കണേ ഈശോയോട് പറഞ്ഞ്. അങ്ങനെ ഹസ്ബൻഡ് എക്സാമിന് പോയപ്പോൾ ഒരു ലേഡിയാണ് എക്സാമിനറായിട്ട് വന്നത്. ആ പ്രാവശ്യം ഹസ്ബൻഡിന് എക്സാം പാസ്സായി. അതിൻ്റെ റിസൾട്ട് ഇമെയിൽ വന്നത് ഏകദേശം 2:27 ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. അതും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്തു. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പലവിധ രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സമയ ചുരുക്കത്തിലെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഇളയ മോന് ആരോണിന് അവൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ കുരു പോലെ ഉണ്ടായിരുന്നു. അത് 7-8 മാസമായിട്ട് ചെറിയ കുരുവായിരുന്നു. ഇടയ്ക്ക് അത് വലുതായി വന്നു. പിന്നെ അത് വലിയൊരു ബ്ലിസ്റ്റർ പോലെ വന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇച്ചിരി പ്രശ്നമാണെങ്കിൽ തോന്നി. അതിന് സ്കിൻ ബയോപ്സി ഒക്കെ എടുക്കേണ്ടി വരും. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു. ഞാൻ പിന്നെ ഉടമ്പടി നേർച്ച വസ്തുവായി തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുരു ചെറുതായി ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കറുത്ത മാർക്ക് മാത്രമേ ഉള്ളൂ. ആ കുരു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മൂത്ത മോൻ അലൻ, അവൻ്റെ വയറിന് താഴെയായിട്ട് ചെറിയൊരു മുഴ പോലെ ചെറുതായിട്ട് വന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാവണം, ഇതന്നെ അമ്മയെ ഇതെന്ന് ചോദിച്ചു.
അപ്പം നമുക്ക് കൊച്ചിന് ചെറിയ പെയിൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് പോയിക്കോളും, മാറിക്കോളും, നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു. അവൻ്റെ ആ മുഴ അങ്ങ് ചുരുങ്ങി ഇല്ലാണ്ടായി മാറി. ആ രോഗസൗഖ്യത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യണത് പാവപ്പെട്ടവരെ പറ്റണ പോലെ സഹായിക്കാറുണ്ട്. ഞാൻ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് ജെറിയാട്രിക് വാർഡാണ്. ഡിമെൻഷ്യ, ആൽഷിമേഴ്സൊക്കെ ബാധിച്ച പേഷ്യൻ്റ്, കൺഫ്യൂസ്ഡ് പേഷ്യൻ്റ് ആയിരിക്കും ഓൾമോസ്റ്റ്. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് എൻ്റെ രോഗികളെ ഞാൻ പരിചരിക്കാറുണ്ട്. ഞാൻ എൻ്റെ രോഗികളിൽ എൻ്റെ ഈശോനെ കാണാറുണ്ട്. എൻ്റെ രോഗികളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോനെ കണ്ടിട്ട് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ രോഗികളിൽ ചെയ്യാറുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, നീ എന്താ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ട് കിടക്കണ തിരക്ക് വരുമ്പോഴും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കാത്തലിക്കാണ്, ഞാൻ എൻ്റെ ഈശോയിനെയാണ് ഈ പേഷ്യൻസിൽ കാണുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് ഒരു ഏകദേശം 80 വയസ്സുണ്ട്, 78. പേഷ്യൻ്റ് നോൺ ക്രിസ്ത്യൻ ആയിരുന്നു. എന്നോട് ചോദിച്ചു, ഞാനും ഒരു കാത്തലിക് ആയിക്കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഈശോയിനെ മറ്റുള്ളവരിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. അതെനിക്ക് വലിയ ഒരു സന്തോഷമായി. ഞാൻ ദൈവനാമത്തിന് മഹത്വം പറയുന്നു. അതുപോലെ തന്നെ പറ്റണ പോലെ പരിശുദ്ധ കുർബാനയിൽ അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, ഈ അനുഗ്രഹത്തേക്കാൾ ഉപരി അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കണേ. നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, അനുഗ്രഹങ്ങൾ നമുക്ക് വന്നും പോയിരിക്കും, പക്ഷെ നമ്മൾ അഭിഷേകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ കുർബാന ആവുന്നത്ര കുർബാനയെ അനുഭവിക്കാനുള്ളൊരു കൃപ ദൈവം തന്നു. എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഓഫ് കിട്ടുമ്പോഴൊക്കെ കുർബാനയുള്ള പള്ളികളെ തേടി ചിലപ്പോൾ നടന്നിട്ടായിരിക്കും പോണത്. എന്നാലും കുർബാനയിൽ ഈശോയെ ആരാധിക്കാനുള്ള, ഈശോയ്ക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമ്മൾ കുർബാനയിൽ ഈശോയുടെ അടുത്ത് അണയണതാണ് ഈശോയ്ക്ക് ഏറ്റവും സന്തോഷം. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മേളത്തെ ഫ്ലോറിൽ ചാപ്പലുണ്ട്. അവിടെ ദിവ്യകാരുണ്യ ഈശോ ഉണ്ട്. പരസ്യമായിട്ടല്ല, എന്നാലും ഈശോ ദിവ്യകാരുണ്യ സക്രാരിലുണ്ട്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാക്സിമം ഈശോയുടെ അടുത്ത് ഓടി ചെല്ലും. ഒന്ന് ഈശോയുടെ അടുത്ത്, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയുടെ അടുത്തായിരിക്കും. പിന്നെ അങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു പ്രാർത്ഥന വന്നു, ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ ഏകാന്തനായി വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ലോകമെമ്പാടുമുള്ള പാപികൾ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്യുന്ന എല്ലാ നിന്ദാപമാനങ്ങൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യീശോയെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഞാനിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പോയിരുന്ന് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഡ്യൂട്ടി കഴിയുമ്പോഴും ഹസ്ബൻഡിനെ നൈറ്റിന് പോകണം. എന്നിരുന്നാലും ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ ഓടി ചെല്ലി ഈശോയുടെ അടുത്തൊന്ന്, ഈശോയുടെ അടുത്ത് ചെന്നിട്ടേ ഞാൻ വരാറുള്ളൂ. അപ്പോൾ ഹസ്ബൻഡൊക്കെ എന്തിനാ നീ വൈകിയെന്ന്, പക്ഷേ ഞാൻ ഈശോയുടെ അടുത്തൊന്ന് ഇരുന്നിട്ടേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്ക് ഓടി ചെന്നൊന്ന് മുട്ടുത്തിട്ട് വരാനുള്ള നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈശോ ഉള്ളിൽ പറയാൻ തുടങ്ങി, നീ ആ 1 മിനിറ്റ് വന്ന് എൻ്റെ അടുത്തിരുന്നത് നീ ഒരു ദിവസം എൻ്റെ കൂടെ ആയിരുന്നതിന് തുല്യമാണെന്ന്. അതെല്ലാം ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരിക്കാനായിട്ടുള്ള കൃപ കിട്ടിയതെല്ലാം എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഉടമ്പടി പ്രാർത്ഥന കൂടാറുണ്ട്, ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. മറ്റുള്ളവർക്ക്, മക്കളില്ലാത്തവർക്ക്, രോഗികൾക്ക് അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അവർക്ക് ഞാൻ സാക്ഷ്യങ്ങളിൽ പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ആരെ കണ്ടാലും ആരോട് എന്ത് സംസാരിച്ചാലും ഞാൻ ഈശോനെ പറ്റി അവർക്ക് കൊടുക്കാറുണ്ട്. കൃപാസനം, പ്രസാദവര മാതാവിനെ പറ്റി അവർക്ക് പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. പലരെയും ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈശോയുടെ 2ാം വരവിനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു ആലയമാണ് കൃപാസനം. കൃപാസനത്തിൽ അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സാക്ഷ്യം പറയാനും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ കയറി നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഒട്ടുമില്ല. കാരണം ഉടമ്പള്ളിയിൽ എനിക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഒരു അടയാളം തരണേ. അവിടെ നിന്ന് എന്നോട് കൗൺസിലർ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞോളാം, പക്ഷേ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. അപ്പം നമ്മുടെ ഉടമ്പടി പ്രദക്ഷിണം പോയപ്പോൾ പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ളൊരു കൃപ അമ്മ തന്ന്, അമ്മ അതിനുള്ളൊരു സാക്ഷ്യം പ്രസൻസ് എനിക്ക് തന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിൻസി പിൻഡോ മഞ്ഞപ്ര തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ, തൻ കുവൈറ്റിൽ അയക്കുമ്പോഴും നാട്ടിൽ നിന്ന് പലതവണ OET 3 തവണ എഴുതിയെങ്കിൽ അത്
പാസ്സാകാതെ കണ്ട് കടന്നു പോയൊരു അവസ്ഥയിലായിരുന്നാൽ കുവൈറ്റിൽ വെച്ച് തന്നെയാണെങ്കിലും അവിടെ വെച്ചൊരു OET എക്സാം സെൻറ്റർ വരികയും അവിടെ തനിക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാകുവാനും സാധിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിലും UK സമയച്ചുരുക്കത്തിലാണെങ്കിലും തനിക്ക് OSCE എക്സാം പാസ്സാകുവാനും അതേ തുടർന്ന് മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയിൽ ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിക്ക് ലൈസൻസും ലാംഗ്വേജ് സംബന്ധമായ കാര്യങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹഫലമായിട്ട് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും കൂടാതെ കണ്ട എല്ലാവിധമായ അനുഗ്രഹങ്ങളും ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് ഈശോയെ കണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും, കാരണം ഇപ്രകാരം ഈശോയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിലേക്ക് പങ്കുവയ്ക്കുക. ജീവിതം കൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ അറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള വലിയൊരു അനുഭവസാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിൻസി പിൻഡോ തൻ്റെ കുടുംബം നമുക്ക് മുമ്പിൽ സാക്ഷ്യം വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.